എന്റെ ക്ലീറ്റോ അതൊന്ന് എടുത്ത് വെക്ക. എന്റെ ക്ലീറ്റോ 24 മണിക്കൂറും കളി കളി കളി. വീട്ടിലിരുന്നാ കൂടി വെക്കാൻ പറഞ്ഞില്ലേ? ഞാൻ ഒരു ക്രിക്കറ്റ് കളിച്ച് പകുതി വെച്ചിരുന്നതാ. ബാക്കി ഒന്ന് ഇപ്പൊ തീരും. ആ നിങ്ങൾക്കൊക്കെ അങ്ങനെ എപ്പോഴും കളിയും പുറത്തു പോക്കും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കും. ബാക്കിയുള്ളവനൊരു സിനിമയ്ക്കും കൂടി കൊണ്ടുപോകില്ല. അത് ഇഷ്ടം. ഓ നിന്റെ സാലപ്പ് പോലെ തന്നെ ഔട്ടായി. അങ്ങനെ തന്നെ വേണം. ഇതിവിടെ ഇരിക്കല്ലേ, നിനക്കെടുത്ത് വെച്ച് കളിച്ചൂടെ? എനിക്കറിയാം അതിനകത്ത് കളിക്കാനായിട്ട്. ആ ഫോൺ തൊടാൻ സമ്മതിക്കൂലല്ലോ. ഇതില് വരെ കുരങ്ങ മാങ്ങ പറിക്കുന്ന കളിയുണ്ട്, അതൊക്കെ നിനക്ക് കളിക്കാൻ പറ്റുന്നതാ. വീട്ടിലൊരു കുരങ്ങനുള്ളപ്പോ എന്തിനാ പുറത്തുനിന്ന് തുടങ്ങി. നീ എപ്പോഴും പറയുമല്ലോ നിനക്ക് ഇഷ്ടപ്പെട്ട ജോലി ഇതാണ്, തയ്യലാണ്, അതിലാണ് ഞാൻ സന്തോഷം കാണുന്നതെന്ന്. അത് ചെയ്തോണ്ടിരിക്കുകയല്ലേ, അതുപോലെ കളിച്ചോന്നു. ഇനി വർത്താനം പറയാൻ എൻ്റെ അടുത്തോട്ട് വന്നേക്കരുത്. അതെ നല്ലേടി. തക്കളി മോള് സ്കൂളിൽ അവർ പിള്ളേർ കളിക്കുന്ന ഒരു കളി എന്നോട് കളിച്ചു കേട്ടോ. രസമുണ്ടായിരുന്നു. പച്ചക്കറി പഴംപൂ. നീ കളിക്കണോ അത്? ഞാൻ പറഞ്ഞുതരാം. പച്ചക്കറി പഴംപൂ ഇതിങ്ങനെ ഞാൻ പറയും. ഞാൻ പറയണ പോലെ തന്നെ നീ തിരിച്ചു പറയണം. ഞാൻ പറയണോ? തിരിച്ച് നീ പറയണം, പിന്നെ കളിക്കണ്ടേ. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഞാൻ നിർത്തും. ഇതിങ്ങനെ സ്പീഡിൽ പറയും. ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഞാൻ നിർത്തും. ചിലപ്പോൾ പച്ചക്കറിയിൽ നിർത്തും, ചിലപ്പോൾ പഴത്തിൽ നിർത്തും, അല്ലെങ്കിൽ പൂവിൽ നിർത്തും. ഏതിലാണ് നിർത്തണത് അത് ഏതാണോ അതിലുള്ള ഒരു ഇനം പറയണം. ഇപ്പൊ പച്ചക്കറിയിലാണെങ്കിൽ ഒരു പച്ചക്കറിയുടെ പേര് പറയണം. പൂവിലാണ് നിർത്തണമെങ്കിൽ ഒരു പൂവ്, പഴമാണെങ്കിൽ ഒരു പഴം. റെഡിയല്ലേ? സൂപ്പർ. ശരി. എന്നാ ഈ കളിയിൽ നീ തോറ്റാ എനിക്ക് എന്തോ തരും? തോറ്റാല് പിന്നെ ഞാൻ തരാൻ ഒരു ഗെയിമല്ലേ? 500 രൂപ. 500 രൂപ പോട്ടെ. 100 രൂപ. ഇന്നലെ തക്കളി മോള് ഞാനായിട്ട് കളിച്ചപ്പോ ഐസ്ക്രീം മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ തോറ്റു. അപ്പൊ അത് മേടിച്ചു കൊടുക്കണ്ട, അതിനാ. അപ്പൊ ഞാൻ തുടങ്ങാൻ പോവാണ്. പച്ചക്കറി പഴംപൂ. പച്ചക്കറി പഴംപൂ. പഴംപൂ. പച്ചക്കറി 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 പഴംപൂ. പൂ. അതാ നിക്ക് ഞാൻ പറയാം, നിങ്ങൾ എന്തായിരുന്നു? പച്ചക്കറി പഴം. അതന്നെ പച്ചക്കറി പഴംപൂ. 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 ഇതാരാ ഈ നേരത്ത്? ഇതല്ലേ എന്തെങ്കിലും ഭാര്യയായിട്ട് സംസാരിക്കാതിരിക്കുമ്പോൾ ഉടനെ വിളിക്കും. ഹലോ. എന്നാ പച്ചാ? ഇങ്ങോട്ടോ? എന്തിന്? ഇല്ല, ഞാൻ 1-2 ആവശ്യമായിട്ടൊന്ന് പുറത്തോട്ട് പോകും. വീട്ടിലാളുണ്ടാവും. അപ്പം കാര്യം എന്നാന്ന് വെച്ചാൽ പറയേ. ഫോണിൽ കൂടെ കുഴപ്പമില്ല. ശരി എന്നാ. അപ്പച്ചനാ. എന്താ നിങ്ങളെ വിളിച്ച് എന്താ ടെൻഷൻ അടിക്കുന്നതിന്? ഇങ്ങോട്ട് വരണമെന്ന്. അമ്മച്ചി കൊണ്ട് കൂടാ. എനിക്കറിയില്ല, അതിനൊന്നും അല്ല. ഇതിപ്പം നിങ്ങളായിട്ട് എപ്പോഴും വർത്താനം പറയുമ്പോ എന്നൊന്നും വിളിക്കാൻ കൂടി ഇല്ലല്ലോ. അതില്ല, അതാണ് ഞാൻ വിളിക്കുന്നത്. ഇപ്പൊ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ കാര്യം ചോദിച്ചാൽ പറയാം, വന്നിട്ട് നേരിട്ട് പറയാം. ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാകത്തില്ല. ഇതിപ്പോ ആകെ തലവേദനയല്ലേ. ഞാനും പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പം കുഴപ്പമില്ല, വീട്ടിലാളുണ്ടാവുമല്ലോ ഒന്ന്. കനകനും അമ്മയും കനകനെ അവൻ്റെ കനകനോടാ ഞാൻ സംസാരിച്ച ഇപ്പൊ കാല് പിടിക്കേണ്ട അവസ്ഥയായി. എന്ത് ചെയ്യും നോക്ക്. അപ്പച്ചൻ്റെ റെഡി ആവട്ടെ. സമാധാനം കളയാനായിട്ടൊരു അപ്പച്ചനോ അമ്മച്ചിനോ. അയ്യോ അമ്മേ, പാലായിന്ന് വരുന്നു. ഇന്ന് കുറച്ച് എത്തും. എനിക്ക് വയ്യ.
എന്താ ചെയ്യണ്ടേ ഇനിയിപ്പോ? എന്തോ ചെയ്യാനാ? അമ്മേ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യണ്ടേ? എനിക്ക് ആകെ ടെൻഷൻ ആവണു. ടെൻഷൻ ആകണ്ട, നീ സമാധാനം. പാലിരി പോണ്ട. പാല് പോയിട്ട് ഒരു സാധനം ഇരിപ്പില്ല അമ്മേ. ഒരു കാര്യം ചെയ്യേ, കനകനോട് വിളിച്ച് പറ. അമ്മ കനകനോട് അതൊന്നും വിളിച്ചു പറയണ്ട. അതൊക്കെ ക്ലീറ്റോ മേടിച്ചോളും. അവനൊരു ഉപകാരം ചെയ്യാൻ പറയണം. എന്തോന്ന്? ദയവ് ചെയ്ത് അവര് വരുമ്പോ ക്ലീറ്റോനെ നാണം കെടുത്തരുത്. എന്തോന്നാടി ഇത് ഹവീൽദാരുടെ കുടുംബത്തിന് പെരുമാറ്റത്തിന്റെ കുറവ്? വീട്ടിലുള്ളതല്ലേ, നിനക്ക് അറിഞ്ഞൂടെ ഹവീൽദാരുടെ വീട്ടിൽ വരുന്നവരോട് നല്ലോണം പെരുമാറണം? കാര്യത്തോടെ എടുക്കുമ്പോ അവൻ അതെല്ലാം മറക്കും. ഇങ്ങോട്ട് നോക്കിയേ, അവരോട് ക്ലീറ്റോ പറഞ്ഞു വെച്ചേക്കണ ക്ലീറ്റോ ഇവിടെ ഭയങ്കര സെറ്റപ്പിലാണ് ജീവിക്കണത്. പാർട്ടിയിൽ മന്ത്രിയാവാൻ പോണ ആളാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ്. ഇവിടെ വരുമ്പോഴത്തേനും അതൊന്നും അല്ലാന്ന് പറയുമ്പോഴത്തേനും നാണം കിടും അമ്മേ. അതെങ്ങനെ അറിയാൻ പോണത്? ഇവൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും കനകൻ. അതൊക്കെ ഞാൻ അവനോട് പറഞ്ഞോളാം, നീ സമാധാനപ്പെടും. നീ ഇപ്പൊ അവന്റെ അടുത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ. എന്തൊക്കെ മേടിക്കണ്ടേന്നുള്ളതാ. അല്ല എടി, പിന്നീട് അവരിവിടെ വരുമ്പോഴേ എന്തിനായിരിക്കും ഈ വരുന്നത്? എന്തിനാന്ന് ഞാൻ ആലോചിച്ചിട്ടൊരു പിന്നെ വല്ല വഴക്കും പറയൂ അമ്മ. അവരെന്നെ തിരിഞ്ഞു കൂടി നോക്കിയിട്ടില്ല അന്ന് ഞാൻ ചെന്നപ്പോ. പിന്നെ വഴക്ക് പറയാൻ ഇങ്ങോട്ട് വരുവോ? അതിന്റെ കാര്യമൊന്നുമില്ല. അതല്ല, ഞാൻ അവരുടെ ഒരു മോനെന്നെ ഉണ്ടായിരുന്നുള്ളൂ. അയാള് പ്രേമിച്ചു മോനൊക്കെ ആക്കിയില്ലേ. പ്രേമിച്ച് 15 വർഷം പ്രേമിച്ചാക്കി ഒരു കൊച്ചു അതിന് ശേഷമാണ് അവർ വഴക്ക് പണയാൻ വരുന്നത്. അല്ല, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് എത്ര പ്രായമുണ്ട്? പ്രായം ഞാൻ കണ്ട് മര്യാദക്ക് കണ്ടില്ല. എനിക്ക് അല്ല, എന്നാലും എന്റെ പ്രായം വരുമോ? അമ്മേനെക്കാളും ഒക്കെ ഉണ്ടാവൂലേ? ഉണ്ടായിരിക്കുവോ? വേറെ ഒന്നുമല്ല, നീ പേടിക്കണ്ട. ഏക്കർ കണക്കിന് സ്വത്തുള്ളതല്ലേ. 2 പെൺപിള്ളേരെന്നെ കെട്ടിച്ചയച്ചില്ലേ, അവരുടെ ബാധ്യതയൊക്കെ തീർന്നു കാണും. ഇനി ബാക്കി കിടക്കുന്ന ആ ഏക്കർ മൊത്തം ക്ലീറ്റസിനാണ്. സമാധാനപ്പെടും. എന്താടി, അത് തന്നെയാണ്, അല്ലാതെ ഒന്നുമല്ല. പിന്നെ ഇങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ, ഏക്കർ എത്രയുണ്ട്, എത്ര കൊടുത്താലും ശരി തന്നെ അവിടെ താമസിക്കാൻ പറ്റത്തില്ല. ആ കാട്ടിലങ്ങ് നീ പോയി താമസിക്കാൻ പറ്റത്തില്ല. എനിക്ക് ആകെ 2 പേരേ ഉള്ളൂ. അതെല്ലാം കൂടെ എഴുതി വിട്ടിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു സെറ്റപ്പിൽ നിങ്ങൾ ഇവിടെ ജീവിക്കണം. അതാ, ഇവിടെ എന്തെങ്കിലും ആകട്ടെ, നമുക്ക് ഉതകുന്ന ഒരു പറമ്പ് ഇവിടെ അടുത്ത്. എന്റെ കണ്ണു വെട്ടത്ത് നിങ്ങൾ 2 പേരും ഉണ്ടായിരിക്കണം. എനിക്ക് അതെന്തെങ്കിലും ചെയ്യാൻ. എനിക്ക് നമ്മുടെ വീടും സ്ഥലമൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുമെന്നാ. ഇഷ്ടപ്പെടാതിരിക്കാനാണ്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഈ ചായ്പിലാണെന്ന് അറിയണ്ട. നീ കനകന്റെ അടുത്ത് നിന്ന് പറ, നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചാണ് പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞ കേൾക്കൂല. അപ്പൊ ഒരു കാര്യം നോക്കി, എന്നെ ഒന്ന് നോക്കിക്കേ. എന്ത് നോക്ക്? നോക്കിയാലോ? എങ്ങനെയുണ്ട്? എന്ത് ക്ലീറ്റോന് ഞാൻ ചേരുന്നുണ്ടോ? എന്തുവാടി ക്ലീറ്റൻസ് പറയാനിരിക്കുന്നത്? എടി, നിനക്ക് ഇത്തിരി കള്ളക്ക് കുറവന്നേ ഉള്ളൂ. നീ സുന്ദരിയാണ്, നീ പേടിക്കണ്ട. അവരൊക്കെ ഭയങ്കര ചുമന്ന് തൊടുത്തിരിക്കുന്നത് എന്തെന്നാണ്? നിനക്കെന്തോ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നീ ഒരു കാര്യം ചെയ്യ്, കനകന്റെ അടുത്ത് ചെന്ന് സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് വരാൻ പറ. പിന്നെ അവിടെ ചെന്ന് നീ വേറെ ഒന്നും നോക്കണ്ട. അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ചു വാരി ഇടാൻ പറ. ഈ സമയത്ത് ആ പെണ്ണും ഇല്ലാതെ പോയാലോ? അവൾ ഉണ്ടാകാഞ്ഞത് നന്നായി. അവൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും വിടുവാ ഇത്രയും പറഞ്ഞ അവരെല്ലാം അറിയിച്ചേനെ. ഫാസിലേ, ഇന്നലെ അമ്പലത്തിലെ ഗാനമേളക്കേ ഒരു വൃത്തികെട്ടവൻ അനൗൺസ് ചെയ്യാണ്. അടുത്ത ഗാനം ശബരിമലയിൽ തങ്കാവ്. ഏത് ട്രൂപ്പിന്റെ? ഏതോ ഒരു കൂതറ ഗാനമേളക്കാർ. എൻ്റെ ഫാസിലേ, കറണ്ടൊക്കെ എങ്ങനെയുണ്ട്? കറണ്ട് എങ്ങനെയുണ്ടത്? ഏത് തൂങ്ങി നോക്കടാ. ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പത്രത്തിലൊക്കെ നമ്മൾ ദിവസം വായിക്കുന്നില്ലേ, ഈ ഫീസ് ഊരാതെയൊക്കെ പണി ചെയ്യുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവില്ലേ? പറഞ്ഞത് നന്നായി. പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടുപോയനെ. എന്തൊരു ശ്രദ്ധ അവൻ അളിയന്റെ കാര്യത്തിലേ. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കളിയാ. അശ്രദ്ധയാണോ എല്ലാത്തിൻ്റെയും കാരണം. ഇവിടെ ക്ലീറ്റസിൽ നിനക്ക് വേറെ പണിയൊന്നുമില്ല. കുടുംബത്തെ അയാൾക്ക് സമാധാനം കൊടുക്കും. ജോലി ചെയ്യണോടത്തും വന്ന് ഇടങ്ങേറുണ്ടാക്കിയാണ്. എന്താ പ്രശ്നം? ഇല്ല, ഞാൻ അളിയനെ കാണാനായിട്ട് വന്നതാ. എന്താ പറഞ്ഞോ? അളിയ എൻ്റെ അപ്പച്ചനെ അമ്മച്ചിയും കണ്ടിട്ടുണ്ടോ? ഞാനൊന്നും കണ്ടിട്ടില്ല. ഞാനെന്തിനാ നിന്റെ അപ്പച്ചനെ അമ്മച്ചിയും കാണുന്നു? ഓ, എന്നാ അളിയനാ ഭാഗ്യം വരാൻ പോവുകയാണ്. എൻ്റെ അപ്പച്ചനും അമ്മച്ചി അവിടെ നിങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ഓ, എനിക്ക് അത്രയും വലിയ ഭാഗ്യം വേണ്ട. ആ ഭാഗ്യമൊക്കെ നീ എടുത്തോ. അല്ല, എന്നാലും അവരിങ്ങനെ വരുമ്പോ അളിയനെ കാണുമ്പോ എന്താണ് അവരോട് മോശമായിട്ടൊന്നും പറയരുത്. എടാ, പുറത്തുനിന്ന് വരുന്ന ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അത് നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടാ. അല്ല, അതെനിക്ക് അറിയാം. പിന്നെ എന്നാലും 10-15 കൊല്ലം പഴയ വൈരാഗ്യമൊക്കെ അളിയൻ്റെ മനസ്സിൽ കിടക്കുമെങ്കിൽ അങ്ങനെ ഒന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നിന്റെ അപ്പനും അമ്മയും നിന്നെ കാണാൻ വേണ്ടി നിന്റെ വീട്ടിൽ വരുന്നു, അവർ നിന്നെ കാണുന്നു, അവർ പോകുന്നു. അതിന് എനിക്കെന്താണ് പ്രശ്നം? അതാണ് അളിയ പ്രശ്നം. എന്താണ്? അല്ല, അവർ എന്നെ കാണാൻ വരുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നത് നമ്മളെ വീട്ടിൽ വെച്ചല്ല, അളിയൻ്റെ വീട്ടിൽ വെച്ച് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കാണും. അതെന്തിനാണ്? അല്ല, അവർ ഒരുപാട് ദൂരം നിന്ന് വരണല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ആ വലിയ വീട്ടിൽ വെച്ച് കാണുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം വേണ്ട.
ആ സന്തോഷം എന്തായാലും അവർക്ക് കിട്ടില്ല. വേണ്ട ആ പരിപാടി ഇതിൻ്റെ നടക്കില്ല. അവരുടെ അപ്പനും ഒരു ദിവസം വന്നിട്ട് പോയിക്കോട്ടെ. ആ പൊക്കോട്ടെ, അതിന് വരണമെന്ന് ഞാൻ പറഞ്ഞു. ഇവൻ അവിടെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഒന്നിച്ചാണ് താമസിക്കണ സെറ്റപ്പാണെന്നൊക്കെ ഇവൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ പറയണത്? ഇപ്പൊ ഇല്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ നോണ പറഞ്ഞോണ്ടിരിക്കല്ലേ. മാത്രമല്ല ഫാസില് 10-15 കൊല്ലം കഴിഞ്ഞ് ഒരു തന്തേന്നുള്ള മോനെ കാണാൻ വരുമ്പോൾ മോനൊരു ചെറിയ ചായ്പിലാണ് കിടക്കുന്നത് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമം ഉണ്ടാവൂലേ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ അപ്പനോട് വലിയൊരു ബംഗ്ലാവ് പണിത് തരാൻ പറ, എന്നിട്ട് അതിനകത്ത് കയറി താമസിക്കും. അത് അപ്പം വന്ന് അതിനുശേഷം ഞാനത് പറയാം. നിന്റെ അപ്പം 15 കൊല്ലമായിട്ടില്ലാത്ത അപ്പൻ ഇപ്പൊ വന്നു കഴിഞ്ഞ് നിനക്ക് ബംഗ്ലാവ് ഉണ്ടാക്കി തരാം. ഒന്ന് പൂൾ അടിക്കാണ്ടിരിക്കും ക്ലീറ്റസ്. അറിയാം, അവർ വന്നിട്ട് വൈകുന്നേരം പോകും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കും. ഒന്നും വേണ്ട, അവരിപ്പോൾ വൈകുന്നേരം പോകുമെന്ന് പറയും. ചിലപ്പോൾ അപ്പനും അമ്മയും 15 വർഷമായിട്ട് വന്നാണ് 2 ദിവസം നിൽക്കട്ടെ എന്ന് പറയും. പിന്നെ അവർക്ക് ചിലവിന് ഞാൻ കൊടുക്കേണ്ടി വരും, ചിക്കൻ പൊരിച്ചതും പായസവും. നീ ഒരു കാര്യം പറയണ്ട, ആ വക പരിപാടി ശരിയാവില്ല. വഴി കിടന്ന് അലമ്പുണ്ടാക്കല്ലേ, അവരോട് വരാൻ പറ. നീ പുറപ്പെട്ടാ അവര് കാലത്തെ പുറപ്പെട്ടു. ഞാൻ പറഞ്ഞു ക്ലിയർ ചെയ്യാ, നീ പൊയ്ക്കോ. നീ പറഞ്ഞിട്ട് എങ്ങനെ ക്ലിയർ ചെയ്യും? ഇക്കാര്യത്തിൽ നീയല്ല ദൈവം തമ്പുരാൻ എന്ന് പറഞ്ഞാൽ പോലും ഞാൻ സമ്മതിക്കില്ല. അതന്നെ തങ്കത്തിനെ ഓർത്തെങ്കിലും അളിയനൊന്നും തങ്കം നിൽക്കൊന്നും ഇല്ലെന്ന്. ഇത് തങ്കം അല്ല ക്ലീറ്റസ്, അവര് പോന്ന അവിടുന്ന് ഒരു ആദ്യമായിട്ട് തന്നെയല്ലേ 10-15 കൊല്ലമൊക്കെ ആയിക്കോട്ടെ. ഒരു ദിവസം വന്ന് നിന്നിട്ട് പോയിക്കോട്ടെ. വൈകിട്ട് പോകും. ഒരു വൈകിട്ട് പോയി. എനിക്ക് അറിഞ്ഞൂടെ, ഇവന്റെ അല്ലേ അപ്പനും അമ്മയും. നീ കണ്ടോ? നീ അങ്ങാട്ട് ചെല്ലായിരുന്നു മതി, അത് അമ്മയും ചെന്ന് ഇവര് കൈകാര്യം ചെയ്തോളൂ അല്ലേ? ഒന്നും വേണ്ട, ആ പരിപാടിയേ നടക്കില്ല. വേണ്ട, അത് പറയാനായിട്ട് നീ നിന്റെ അടുത്ത് വരിക വേണ്ട. ഒന്നും ആലോചിക്കാനില്ല. നീ ഇതിന്റെ പാട്ടിന് പോ. നീ ആ കോഴി തമ്മിൽ പോവാ. നീ പോയേ, നീ പോ. ഞാൻ വേണ്ടിട്ട് വരാം. Alien versus Alien.